മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായി മട്ടാഞ്ചേരി ഹാജി ഈസ സ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന്റെ ഭാഗമായി മട്ടാഞ്ചേരി ഹാജി ഈസ ഹജി മൂസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി. കാട്ടുവളപ്പിൽ ഭാവ നബീസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന KB ഖലീലിന്റെ സ്മരണാർത്ഥമാണ് സ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ കാട്ടുവളപ്പിൽ ഭാവ നബീസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ KB അഷ്റഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മളിൽ നിന്നും വിട പറഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. അദ്ദേഹം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു തണിയായി. അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികൾ പലതും ഒഴിവാക്കാതെ കാട്ടുവളപ്പിൽ ഫാമിലി സൊസൈറ്റി നൽകിപ്പോകുന്നു. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ തുടങ്ങി വെച്ച പദ്ധതി ഈ വർഷവും. സൊസൈറ്റി ജനറൽ കൺവീനർ KB ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. കാരണം എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മരണമായതുകൊണ്ട് ഞങ്ങളെ തന്നെ ഉണ്ട് ഞങ്ങളുടെ ജ്യേഷ്ഠൻ. അതാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അത് ദൈവ പടച്ചവൻ അതിന് എല്ലാവർക്കും അനുഗ്രഹം തരുവാറാകട്ടെ. നമുക്ക് തന്നെ എത്രയോ പദ്ധതികൾ, എനിക്ക് തോന്നുന്നു ഗ്രൗണ്ടിലായത് ഫുട്ബോൾ, അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ പല സാധനങ്ങൾ, ബുക്കുകൾ, പുസ്തക കെട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ ജബ്ബാറിൻ്റെ നേതൃത്വത്തിൽ പല പ്രാവശ്യം നമ്മുടെ സ്കൂളുകളിലേക്ക് ഈ ട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഭാരവാഹികൾ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ KB കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബമാണ്. അവരിൽ നിന്ന് അറ്റുപോയ KB ഖലീലിക്കയുടെ സ്മരണാർത്ഥമാണ് ഈ സുപ്രഭാതം പത്രം ഇവിടെ നമുക്ക് വിതരണം ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അറിയപ്പെടാത്ത അഥവാ കൂടുതലായി ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാതിരുന്ന ഒരു മഹാസമ്പന്നൻ. അധ്യാപകരായ അബ്ദുൽ ഗനി സുലാഹി, ജമീല ടീച്ചർ, യാസ്മി ടീച്ചർ, സൊസൈറ്റി അംഗങ്ങളായ KB അബ്ദു, KH ഹനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും അവരുടെ കുടുംബത്തിൽ നിൽക്കുന്നവരൊക്കെ ചെയ്യാം. അവരുടെ കുടുംബത്തിന് ഓരോരുത്തർക്കും കിട്ടുന്ന പ്രതിഫലമാണത്. അതുകൊണ്ടൊരു പത്രം, അപ്പം ഞാനിവിടെ നിന്നൊരു പത്രം എടുത്തുകൊണ്ടിട്ട് എൻ്റെ മക്കളെ, ചെറിയ മക്കളെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. ആ 2 കുട്ടികൾ ബ്രൈറ്റായിട്ട് വായിക്കും. അവരാണിപ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ഫസ്റ്റ് വാങ്ങണവരും. അവരെഴുതും, വായിക്കും. രാവിലെ വന്നാൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്ന് പത്രങ്ങൾ വായിക്കാറുണ്ടോ? ജാസ്മിൻ ടീച്ചറെ കഥ സ്വന്തം വായിച്ചിട്ടാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.